കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം ആഘോഷമാക്കുന്ന ചിലരുണ്ടിവിടെ. ബാലുവിനെ പോലെയുള്ള വായനക്കാരുടെ സംഗമവേദി കൂടിയാണ് ഗ്രന്ഥപ്പുരയായി മാറിയ നിയമസഭാ മന്ദിരം. കേരള യൂണിവേഴ്സിറ്റി ജീവനക്കാരനായ ബാലു ഉച്ചയോടെയാണ് നിയമസഭാ മന്ദിരത്തിലെത്തിയത്. ജനാവലിക്കിടയിലൂടെ പുസ്തകശാലകളിൽ നിന്ന് പുസ്തകശാലകളിലേക്ക് ചക്രക്കസേര ഉരുണ്ടു. 250-ലധികം സ്റ്റോളുകൾ. ഏറെ ശ്രദ്ധയോടെ വായിച്ചും വാങ്ങിയും ബാലു നീങ്ങി തുടങ്ങി. നിയമസഭാ പുസ്തകോത്സവത്തിന്റെ തുടക്കം മുതലുള്ള എല്ലാ പതിപ്പുകളിലും പങ്കെടുക്കാൻ ബാലുവിനായി. പല നിയമസഭാ സാമാജികരും വളരെ നല്ല എഴുത്തുകാരും വളരെ നല്ല വായനക്കാരും ഒക്കെയാണ്. വളരെ നല്ല പ്രഭാഷണ കലയിൽ വളരെ പാരമ്യത്തിലെത്തിയവരൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൈതൃകം ഉള്ള നമ്മുടെ നിയമസഭ ഇങ്ങനെ ഒരു ഫെയർ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക കൂട്ടായ്മ നടത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ചർച്ചാവേദികൾ, വായനക്കാരന് സാഹിത്യ പ്രതിഭകൾക്കൊപ്പം തുറന്ന പുസ്തകമെന്ന വിധം ചർച്ച നടത്താനാകുന്ന സദസ്സുകൾ, കൂടാതെ കണ്ണെത്താ ദൂരത്തോളം നിയമസഭയെ പൊതിഞ്ഞ പുസ്തകക്കൂനകൾ. സാഹിത്യ ആസ്വാദനത്തിന്റെ ആഴം ബാലുവിന്റെ വായനയിലുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും അയാൾ യാത്ര ചെയ്തിട്ടില്ല. ഒരു തകരപ്പെട്ടി നിറയെ അവശ്യ വസ്തുക്കൾ അയാൾ എടുത്തിരുന്നു. മാസം തോറും അയാൾ വാങ്ങിയിരുന്ന കൊച്ചു പുസ്തക രൂപത്തിലുള്ള സചിത്ര നോവലുകൾ അയാൾ തന്നെ കുത്തിക്കെട്ടി കാർഡ്ബോർഡ് കൊണ്ട് കവറിട്ട് സൂക്ഷിച്ചിരുന്നു. അവ അയാൾ എടുത്തു. അയാൾ മനഃപ്പാടമാക്കി ചൊല്ലാറുള്ള പ്രേമ കവിതകളുടെ പുസ്തകങ്ങൾ നിവർത്തിച്ചുള്ള വായന കൊണ്ട് നാശമായി കഴിഞ്ഞിരിക്കുന്നു. ബാലുവിനെ നയിക്കുന്നതും ആ വായനയാണ്. പുസ്തകം വായിക്കുന്ന പരസഹസ്രം മനുഷ്യരുടെ മനസ്സിൽ നാമ്പിടുന്ന പ്രതീക്ഷകൾ, ജീവിതവുമായി ബന്ധപ്പെടുത്തി സവിശേഷ അനുഭൂതികൾ കണ്ടെത്തുന്ന പ്രതീക്ഷകൾ. ക്യാമറാമാൻ സജികുമാറിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.